പുറം ലോകം ഉണരും മുൻപുള്ള നിശബ്ദതയ്ക്ക് ഏതോ ഒരു സംഗീതമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ഇതാ മറ്റൊരു പ്രഭാതം കൂടി. അടച്ചുപിടിച്ച വാതിലുകൾക്കപ്പുറം വിരിയുന്ന ഈ തണുപ്പിനും ഇരുട്ടിനും പറയാൻ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങൾ നിറഞ്ഞ ഒരു ദിവസത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ദിവസത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഇടം ഇവിടെയാണ്. അടുക്കളയിൽ നിന്നുയരുന്ന ചായയുടെ മണം അതൊരു ഉന്മേഷമാണ്. ഇരുട്ടിനെ മെല്ലെ മായ്ച്ചുകൊണ്ട് അടുക്കളയിലൊരുങ്ങുന്ന പ്രഭാത ഭക്ഷണം വരാനിരിക്കുന്ന ഒരു തിരക്കേറിയ ദിവസത്തിലേക്കുള്ള ഊർജ്ജമാണ്. ഈ പെണ്ണിന് എന്ത് പറ്റിയെന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്കൊന്നും പറ്റിയതൊന്നുമല്ല, കുറച്ച് ആലങ്കാരികമായിക്കോട്ടെ എന്ന് കരുതി. അപ്പം നമുക്കിന്ന് രാവിലെ കാപ്പിക്ക് അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ. അപ്പം ഞാനിവിടെ മുട്ട പുഴുങ്ങാൻ വെക്കുന്നതെന്ന് പറഞ്ഞാൽ കുക്കറിനകത്തിട്ടാണ് ഞാൻ പുഴുങ്ങുന്നത്. അതാകുമ്പം ഒരു വിസിലടിച്ചാൽ മതി, അപ്പോഴത്തേക്കിനും മുട്ട വെന്തിരിക്കും. ഈ മുട്ടയാണെങ്കിലുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ 2 മഞ്ഞക്കുരുവുണ്ട്. അത് വലിയ മുട്ടയാണ്. അപ്പോൾ അത് നോക്കിയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. വലിയ മുട്ട നോക്കിയാണ് വാങ്ങിക്കുന്നത്. അത് ഒരെണ്ണം പൊട്ടിക്കുമ്പോൾ അത് 2 മഞ്ഞക്കുരുവുണ്ട്. അതുകൊണ്ട് അതിനിച്ചിരി വിലയും കൂടുതലാണ്. അപ്പോൾ നമുക്ക് അപ്പവും ഉണ്ടാക്കാം. പിന്നെ മുട്ടക്കറിക്കുള്ള മുട്ട ഇവിടെ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോരോ ജോലികൾ തുടങ്ങാം. വീട്ടുജോലികളെ ഒരു അവസാനമില്ലാത്ത കലയാണ് കേട്ടോ. ഓരോ മുക്കുമൂലയും വൃത്തിയാക്കുമ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനെ കൂടിയാണ് ഒരുക്കുന്നത്. ചെറിയ ചെറിയ തിരക്കുകൾക്കിടയിൽ നമ്മുടേതായ ഒരു താളം കണ്ടെത്തുക, അതൊരു പ്രധാനമാണ് കേട്ടോ. എല്ലാവരോടും കൂടിയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ടക്കറിയിലേക്ക് വീണ്ടും തിരിച്ചു വരാം. അങ്ങനെ എണ്ണയൊക്കെ ചൂടായപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് വഴറ്റി അതിലേക്ക് പിന്നെ സവാള അരിഞ്ഞതിടുന്നുണ്ട്, തക്കാളി, പച്ചമുളക്, പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് അടുപ്പയിൽ നമുക്ക് അച്ചിങ്ങാപ്പയറാണ് വെച്ചേക്കുന്നത്. അത് മെഴുക്ക് പുരട്ടിക്കായിട്ട് അതിനകത്ത് സവാളയൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗൃഹനാഥൻ ചായയും ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പുള്ളിക്ക് ചായയൊക്കെ എടുത്ത് കൊടുത്തിട്ട് വെളിയിലോട്ട് പോകാൻ ഒരുങ്ങിയപ്പോൾ കാണാം നമ്മുടെ സുന്ദരി അവൾ ഇറങ്ങി ചാടിപ്പാനിരുന്നു. അപ്പോഴത്തേക്കിനും അണ്ണനും കൂടെ പോയിട്ടുണ്ട്. ആൾ വെളിയിലിരുന്ന് ഫുഡ് കഴിക്കാൻ കാരണം നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ മനോജണ്ണൻ വെളിയിലിരിപ്പുണ്ടായിരുന്നു. പാലിനടിക്ക് കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ 2 പേരും കൂടെ അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞിട്ട് പോയി. അങ്ങനെ എൻ്റെ ജോലികളൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പാചകം എന്നുള്ള പരിപാടി തീർന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് പാത്രം കഴുകൽ എന്നുള്ള പരിപാടിയാണ്. ഇത് ഇന്നലത്തെ മീൻകറിയാണ് കേട്ടോ, ചൂടാക്കാൻ വെച്ചേക്കുക. അപ്പോൾ അതൊക്കെയാണ് രാവിലത്തെ കലാപരിപാടികൾ. ഇതൊക്കെയായിരുന്നു. ബാക്കി പണി കുളിച്ചിട്ട് വന്ന് ഭഗവാനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് അന്ന് വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് പോയത്. എനിക്കിപ്പം അലർജി കൂടുതലാണ്. അപ്പം അതുകൊണ്ട് വെളുപ്പിനെ എഴുന്നേറ്റ് എനിക്ക് കുളി പറ്റുന്നില്ല. തണുപ്പിൻ്റെയും പിന്നെ പൊടിയുടെയൊക്കെ അലർജി കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം വെളുപ്പിനെ എഴുന്നേറ്റുള്ള കുളിയും വിളക്ക് കത്തിയിലൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുമ്പോഴൊക്കെ ഞാൻ രാവിലെ വിളക്ക് കത്തിക്കാറുണ്ട്. അല്ലാത്തപ്പോഴെല്ലാം അണ്ണനായിരിക്കും വിളക്ക് കത്തിക്കുന്നത്. ആള് നല്ല ഉറക്കമാണ്. ഞങ്ങളുടെ കൂടെ ആയിരുന്നു കിടന്ന് ഉറങ്ങിയത്. പിന്നെ ഞാൻ വെളുപ്പിനെ എണീറ്റപ്പോഴത്തേക്കിനും ഇവിടെ വന്ന് കിടന്നത്. ഇന്നലെ നമ്മൾ സെറ്റാക്കി അവന്റെ സ്റ്റഡി ഏരിയയൊക്കെ. രാവിലെ വിളക്കൊക്കെ വെച്ചിട്ടാണ് അണ്ണൻ ജോലിക്ക് പോയത് കേട്ടോ. രാവിലത്തെ വിളക്കത്തീരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സൂര്യപ്രകാശം മുറ്റത്ത് പരക്കുമ്പോഴേക്കും എൻ്റെ പ്രഭാത കൃത്യങ്ങൾ ഒരുവിധം തീർന്നിരിക്കും. ഇനി സമാധാനത്തോടെ ഒരു ചായ. ഇതാണ് എൻ്റെ ഒരു ദിവസത്തിൻ്റെ തുടക്കം. ഓരോ ദിവസവും പുതിയ അവസരമാണ്. വലിയ ആഘോഷങ്ങളിലല്ല, മറിച്ച് നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ ചെറിയ ജോലികളും നമ്മൾ കണ്ടെത്തുന്ന സമാധാനവുമാണ് ജീവിതത്തിൻ്റെ ഭംഗിയിരിക്കുന്നത്. എൻ്റെ ഈ കൊച്ചു വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ ദിവസവും ഇതുപോലെ പോസിറ്റീവായിരിക്കട്ടെ. വീണ്ടും കാണാം. അതുവരെ സ്നേഹത്തോടെ സ്വന്തം രേഷ്മ ഫ്രം രേഷ്മാസ് ഡയറി.